പ്രിയപ്പെട്ടവരെ, ചില ചവറുകളെക്കുറിച്ച് സംസാരിച്ച് സമയം കളയരുതെന്ന് പലപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ സംസാരിപ്പിച്ചേ തീരൂ. വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ള മെറ്റീരിയൽസ് അവർ ഇട്ട് തരുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാനും തോന്നില്ല. കാരണം ഇത് കാണുമ്പോൾ നമുക്കൊരു ചൊറിഞ്ഞു വരലുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം മേയർ പുതിയ ഉടായ്പായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഈ തലസ്ഥാനത്ത് ഒരു സ്മാർട്ട് റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ. അപ്പൊ ഈ സ്മാർട്ട് റോഡുകളുടെ ഭാഗമായിട്ട് എല്ലായിടത്തും കുളിച്ചിട്ട് എല്ലായിടത്തും അവിടെ ജലവിതരണ പൈപ്പുകളുടെ സ്ഥാപിക്കാനുള്ള കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നു. അപ്പൊ ഇതെന്ത് ചെയ്തു? BJPയുടെ കൌൺസിലർമാരൊക്കെ കൂടെ, കാരണം ഈ വേനൽമഴ പെയ്തപ്പോ ഇപ്പം മൺസൂൺ ഈസ് വെരി ക്ലോസ് ടു അസ്. അങ്ങനെയുണ്ട്. മൺസൂൺ കൃത്യമായിട്ട് 5 ദിവസം കഴിഞ്ഞാൽ വരുന്ന പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 8 വന്നിരുന്നത്. ഇന്നിപ്പോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് 5 ദിവസം കഴിഞ്ഞാൽ വരുന്ന. ഇന്ന് 28-ാം തീയതിയാണ്. ജൂൺ 3-ാം തീയതി ആകുമ്പോൾ 2-ാം തീയതി ആകുമ്പോൾ വരുന്നുള്ളത്. അതായത് നല്ല കോരിച്ചൊരിയുന്ന മഴയത്തിരുന്ന് നമുക്ക് കട്ടൻ ചായയും കുടിച്ചിട്ട് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേൾക്കാം എന്നർത്ഥം. നല്ല രസമുള്ള അനുഭവമാണ്. ചൂടൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം ജൂൺ 8-ാം തീയതി ആവുന്നത്. ഈ വർഷം വേനൽമഴ കിട്ടേണ്ട സമയത്തൊന്നും കിട്ടിയില്ല. അപ്പൊ 2017-ലും 18-ലും ഒക്കെ 18-ലും കുറവായിരുന്നു. 2016-ൽ കടുത്ത വരൾച്ചയായിരുന്നു. അതിനുശേഷം 2017 ഫെബ്രുവരി മാസം 1-ാം തീയതി തന്നെ നമുക്ക് വേനൽമഴ കിട്ടി. തുടർച്ചയായിട്ട് മാർച്ച് വരെ നന്നായിട്ട് കിട്ടിയിരുന്നു. അപ്പം കിണറുകളിൽ ജലനിരപ്പ് ഉയർന്നൊക്കെ ഉണ്ട്. അന്ന് ഞാൻ കൃഷി നടത്തുന്ന ഫാമൊക്കെ നടത്തുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഫെബ്രുവരിയിൽ പെയ്ത മഴയെ തന്നെ മരങ്ങളൊക്കെ വീഴുകയൊക്കെ ചെയ്തിരുന്നു. അത്ര നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പോട്ടെ, മഴയല്ല കൂടെ വിഷയം. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ പറയണത്, ഈ BJPക്കാർ എന്ത് ചെയ്തു? ഇതിൽ പ്രതിഷേധിച്ചിട്ട് ഈ കുഴികളെല്ലാം പോയിട്ട് മണ്ണിട്ട് തൂർത്തു. വെള്ളം അവിടെ കെട്ടിക്കിടക്കണേ. വെള്ളം ഒരേ നിരപ്പിൽ വെള്ളം റോഡിൽ കിടക്കുമ്പോൾ ഈ കുഴി ഏതാ റോഡ് ഏതാന്ന് അറിയില്ല. പോയിട്ട് ആൾക്കാർ പോയിട്ട് ഇതിനുള്ള ഈ കുഴിക്കകത്ത് 8-ടിയും 10-ടിയും താഴ്ചയുള്ള കുഴിക്കകത്ത് പോയിട്ട് ചാടിക്കഴിഞ്ഞാൽ വീണ് ചാവും. വേണ്ട, 4 അടിയുള്ള കുഴിയാണെങ്കിൽ ഈ വണ്ടിയിനകത്ത് വീണ് കഴിഞ്ഞാൽ കഴുത്തും നട്ടലുമെല്ലാം ഓടിയും. അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ അവരെന്ത് ചെയ്തു? അവർ എന്നെ പ്രതിഷേധിച്ച് കൊണ്ടിട്ട് തൂർത്തു. ഇത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരിയെ കുറിച്ച് കൂടുതൽ പറയാം. പുള്ളിക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, BJP നടത്തുന്നത് സമരാഭാസമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യെസ്, ആഭാസം നടത്താത്ത ഒരു വ്യക്തിയാണ് കേട്ടോ പറയണത്. എല്ലാ ആഭാസങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണത് പറയണേ. അത് ആലോചിച്ച് നോക്കണം. അവിടുത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അവർ ചെയ്തു. അക്ഷരം പ്രതി ശരിവെക്കുന്ന വാർത്തയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരു ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് കൌൺസിലർമാരായ BJP നേതാക്കൾ. പിന്നെ മണ്ണിടാതെ പിന്നെ വേറെ എന്തിട്ട് മൂടണ്ടേ? ശരിക്കും ലെവളയൊക്കെ പിടിച്ചതിനകത്തിട്ട് മൂടണം. എന്ന തിരുവനന്തപുരം നഗരം രക്ഷപ്പെടുന്നേ. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുക. മണ്ണിട്ട് മൂടാതെ പിന്നെ എന്താ ഇട്ട് മൂടണ്ടേ? വേസ്റ്റ് ഇട്ട് മൂടിയിട്ടില്ലല്ലോ എന്തായാലും അവര്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ. മണ്ണിട്ട് മൂടുന്നത് നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഏറെ നാളിന് ശേഷം തിങ്കളാഴ്ച അങ്ങനെ കുറെ കണവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് പൊതുമുതലാണ് നശിപ്പിച്ചത്. ഇത് മണ്ണിട്ട് മൂടിയത് പൊതുജനങ്ങളുടെ ജീവനാണ് രക്ഷിച്ചത്. മണ്ണിട്ട് മൂടിയത് പൊതുമുതൽ നശിപ്പിക്കലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് വേറെ കൊണ്ടിട്ട് ഇവരെ പോലെ മണ്ണ് മാഫിയയുടെ മാതിരി മണ്ണെടുത്തിട്ട് കൊണ്ടിട്ട് പാടത്തിട്ട് തൂർക്കല്ലോ ചെയ്തത്. ലെവളുടെ പാർട്ടി നേതാക്കന്മാർ അവർ ചെയ്യുന്നതും ഇവർ കൈക്കൂലി മേടിച്ച് ചെയ്യുന്നതെന്താ? എല്ലാ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണ് മാഫിയ, കോറി മാഫിയ ഒക്കെ അവരാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് കോരിയെടുത്തിട്ട് ടിപ്പറിൽ കയറ്റിയിട്ട് ഏതെങ്കിലും പാടം തൂർക്കാൻ നോക്കും. സാധാരണക്കാരൻ 5 സെന്റ് സ്ഥലത്ത് ഒരു പാടത്ത് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലം ഈ കരഭൂമിയാക്കി മാറ്റി കിട്ടാൻ എത്ര വലിയ കടമ്പയാ. കമ്മീഷൻ മേടിച്ചിട്ട് ഏജന്റുമാര് ചെയ്യുന്നുണ്ട്. അതിന് ഒരു വിഹിതം അതാത് പ്രദേശത്തെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറിക്കൊക്കെ പോകണം. എന്നാൽ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ടേ പറ്റുള്ളൂ. ഭരിക്കുന്നത് CPI എന്ന് പറഞ്ഞു തരില്ല. CPIക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. യൂണിയനും ബാക്കിയുള്ളത് തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് തിട്ടൂരം കിട്ടണം എന്നാലേ നടക്കുള്ളൂ. എന്നിട്ട് ആ കുടി തൂർത്തുകൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ കുടിക്കകത്ത് പോയിട്ട് വീഴാതെ. പിന്നെ ഈ ചെളിമണ്ണ്, ഈ മണ്ണ് റോഡിന്റെ സൈഡിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ചെളി റോഡിലേക്ക് പരന്നിറങ്ങും. മഴ പെയ്യുമ്പോൾ വണ്ടി സ്ലിപ്പാവും, വണ്ടികൾ മറിയും, ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല. അപകട മരണങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചു. ഇതന്നെ വലിയൊരു പൊതുമുതലാ. അത് വേറെ കാര്യം. അതൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയണില്ല. ശ്രീവരുത്തതായി പോകുന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള അത്ര സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, ഇവര് നിർമ്മാണം തടസ്സപ്പെടുത്തിയതിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടത്രേ. ഇനിയും കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും. അഹങ്കരിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ് നാട്ടുകാരെ. ഓക്കെ,
ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത്? ഒരു സംശയമില്ല, നീ തന്നെയാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത്. നഗരത്തെ നരകമാക്കി മാറ്റുന്നത് നീ തന്നെയാണ്, ഒരു സംശയമില്ല. അതായത് വേനൽ മഴ പെയ്യും എന്നുള്ളത് അറിയാം. കാലാവസ്ഥ പ്രവചനം നേരത്തെ വന്നതാണ്, മെയ് മാസത്തിൽ വേനൽ മഴ പെയ്യുന്നുള്ളത്. മൺസൂൺ ഇത്തവണ നേരത്തെ ആവും എന്നുള്ളത് പറഞ്ഞതാണ്, എല്ലാം പറഞ്ഞതാണ്. എൽ നിനോ പ്രതിഭാസം അവസാനിച്ചിരിക്കുന്നു, അതിന്റെ നേരെ വിപരീത രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുന്നു എന്നുള്ളതും. അതുകൊണ്ട് കേരളത്തിൽ അടുത്ത സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ മഴയാണ് ലഭിക്കുക എന്നും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചതിനേക്കാൾ 100% കൂടുതൽ, അതായത് ഇരട്ടിയോളം മഴ, അത്രത്തോളം മില്ലിമീറ്റർ മഴ പെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കൊച്ചിയിലുണ്ട്, തൊട്ടപ്പുറത്ത് കളമശ്ശേരിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്തത് റെക്കോർഡ് മഴയായിരുന്നു. മേഘവിസ്ഫോടനമായിരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കുസാറ്റിന്റെ ആൾക്കാർ വരെ അതൊക്കെ ഇതിനടുത്തല്ലേ നിൽക്കുന്ന ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വരെ പറഞ്ഞിരിക്കുന്നത് മേഘസ്ഫോടനത്തിന്റെ മറ്റൊരു സ്വഭാവമായിരുന്നു. ഇത് കണ്ട വായി നോക്കി നടക്കുകയും അവിടെ ഇവിടെ തെറ്റിത്തിരിഞ്ഞ് ടൂർ പോവുകയും നഗരസഭ നോക്കാതെ നഗരസഭയെ നരകസഭയാക്കിയിട്ട് മാറ്റുകയും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കുകയും എന്നാൽ ശൌചാലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ, പൊതു കക്കൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് അപ്പിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്ന, എവിടെ എന്റെ ഫ്ലെക്സ് വെക്കണം, എന്റെ ബോർഡ് വെക്കണം, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന, മൂക്കാതെ പഴുത്തതിന്റെ എല്ലാ അസുഖങ്ങളുമുള്ള, മൂക്കാതെ പഴുത്തതിന്റെ അസുഖമുള്ള കെട്ടിയോന്റെയും അതേ പ്രശ്നമുണ്ട്. പ്രണയിച്ച ആളെ ഞാൻ വലിയ സ്ഥാനത്തെത്തിയപ്പോൾ എനിക്ക് എന്റെ പദവിക്കനുസരിച്ച് ചോദിച്ച ആളല്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് വലിച്ചെറിഞ്ഞ് പദവിക്കനുസരിച്ച് ചോദിച്ച വേറൊരാളെ തേടിപ്പോയ സംസ്കാരമുള്ള ആളുകളടുത്ത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവർ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? ഈ മഴക്കാലം വരാൻ പോകുമ്പോൾ മാന്താൻ നിൽക്കുന്നത്, സ്മാർട്ട് റോഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്, എന്ത് സ്മാർട്ട് റോഡ് ഇത്? ഉള്ള നല്ല റോഡുകളെ കൂടെ നശിപ്പിക്കുന്ന രീതിയല്ലേ? ഞാൻ പറഞ്ഞില്ല, ചെളി പരന്നൊഴുകും, വണ്ടികൾ സ്ലിപ്പാവും, അപകടം ഉണ്ടാവും, കുഴികൾക്കകത്ത് വണ്ടികൾ വീഴും. കാരണം ഒരേ വെള്ളം റോഡിൽ പരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴി ഏതാ റോഡ് ഏതാന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഹൈദരാബാദുകളായിട്ടുള്ള ആൾക്കാർ തോട്ടിലേക്ക് പോയിട്ട് വണ്ടി പറഞ്ഞു, ഗൂഗിൾ മാപ്പ് പോയതാ, നോക്കിപ്പോയതാ. കാരണം റോഡ് വന്നിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് അറിയില്ല, അവിടെ ബാരിക്കേഡ് പോലും ഇല്ല. അതാണ് കേരളത്തിലെ അവസ്ഥ. നേരെ അപ്പുറത്തേക്ക് പോയി, തോട്ടിലേക്ക് വീണ്. എന്തായാലും അവരുടെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട് 650 മീറ്റർ ഒഴുകിപ്പോയി. ലെവലൊക്കെ എന്തായിരുന്നു പണി? അതായത് സ്വന്തം കുഞ്ഞിനെ പറ്റാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ വളയം പിടിച്ച് ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന KSRTC ഡ്രൈവറുടെ നേരെ മെക്കിട്ട് കയറാനായിരുന്നു ഇവർക്ക് താല്പര്യം. അത്തരം വിനോദങ്ങളിലായിരുന്നു. അല്ലാതെ കോർപ്പറേഷൻ നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, ഈ റോഡ് പണി നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, ഒരു കുന്തം നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അതിലെല്ലാം തെറ്റിദ്ധരിച്ച് മറ്റൊരു കാണുന്നവരുടെ എല്ലാം മെക്കിട്ട് കയറുക. ഇല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിട്ട് ചെയ്യണ്ടേ? ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ വേനൽ മഴ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർച്ചോ ഏപ്രിലോ ഒക്കെ ആവണം. ഈ 2-3 മാസം സമയം ഉണ്ടായിരുന്നില്ലേ? ആ സമയത്തല്ലേ സമയബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്. അല്ലാതെ ഇവർക്ക് തോന്നുന്ന സമയത്ത് ചെയ്യണ്ടേ? ഇവിടെ ബാക്കിയുള്ള കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പാവം പിടിച്ചുകൊണ്ടേക്ക് നെഞ്ചത്ത് കയറിയിട്ട് അവനെ കള്ളക്കേസിൽ കൊടുക്കുക, സ്ത്രീപീഡന കേസിൽ കൊടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് SC അട്രോസിറ്റിയാ. ദുരുപയോഗപ്പെടുത്തും, വളരെ ദുരുപയോഗപ്പെടുത്തും. അവനും അത് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കാൻ നിൽക്കുന്നത്. അതായത് അതൊരു വലിയ സംരക്ഷണ കവചം. ഇത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ ദളിത് വിഭാഗത്തിലൊക്കെ പെട്ട ആളുകൾ പീഡനങ്ങൾ അനുഭവിക്കുകയും തൊട്ടുകൂടായ്മ അനുഭവിക്കുകയും അയിത്തം കൽപ്പിക്കപ്പെടുകയും അവരെ മറ്റുള്ളവര് ജന്മിമാരെ ആക്രമിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള നിയമമാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കൂടുകയും സ്ത്രീകളെ കുടുംബത്തിനകത്ത് വരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാലഘട്ടത്തിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിനാ സ്ത്രീധന പീഡന നിയമമൊക്കെ. പക്ഷേ അത് പ്രണയിച്ച് കല്യാണം കഴിച്ചത് പോലും ഒരു സ്വർണം പോലും ഇങ്ങോട്ട് മേടിക്കാതിരുന്ന ആൾക്കാരെ വരെ തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ 100 രൂപ കൊടുത്തു എന്ന് പറയും. കൊടുത്തെങ്കിൽ കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? 10 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയും. കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, പിന്നെ നിലവിൽ കൊടുത്തേ. ഇത് മറ്റേ പരിപാടി വരികയാണ്. പരസ്പരം സ്നേഹിക്കുമ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ റൂം എടുക്കും, റിസോർട്ടിൽ പോയി റൂം എടുക്കും, എല്ലാ ഏർപ്പാടും നടത്തും, പരസ്പരം സുഖമൊക്കെ അനുഭവിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്കെതിരെ ആണുങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റണം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? ഈ പറഞ്ഞ കക്ഷിക്കെതിരെ വരെ കൊടുക്കണ്ടേ? വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടാണ് പയ്യനായിട്ട് SFIയുടെ നേതാവായിരുന്നു അവരായിട്ട് പ്രണയത്തിലായതൊക്കെ. എന്താണ് ഡോൺ ബോസ്കോ എങ്ങനെ തോന്നിട്ട്? അത് അപ്പൊ ആണുങ്ങൾക്ക് തിരിച്ചും കേസ് കൊടുക്കാനുള്ള അവകാശം കൊടുക്കണം. ഞാൻ സ്ത്രീ വിരുദ്ധനൊന്നുമല്ല, എനിക്ക് 2 അനിയത്തിമാരാണല്ലേ. എന്റെ സുഹൃത്തുക്കളുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും പെൺകുട്ടികൾ ഞാൻ അവരോടൊക്കെ ഇതേ വിഷയം തന്നെ പറയാറുണ്ട്. നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ കൺവിൻസ്ഡാ. ദുരുപയോഗപ്പെടുത്തുക ഇത്തരം നിയമങ്ങൾ, സ്ത്രീധന പീഡനം, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് സ്ത്രീപക്ഷ നിയമങ്ങളെ അല്ലെങ്കിൽ പീഡിപ്പിച്ചു കണ്ണുപൊക്കി കാണിച്ചു, മറ്റേത് കാണിച്ചു, മറിച്ചത് കാണിച്ചു. ഇവരങ്ങോട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയുള്ളവന്റെ അരക്കെട്ടിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ടല്ലേ ഇവനിതെന്താ പ്രദർശിപ്പിക്കുന്നതെന്നുള്ളത് കാണുന്നത്. അങ്ങനെ പ്രദർശിപ്പിക്കുന്നത് ഞാൻ കരുതുന്നില്ല. ബസ് എഴുതുന്നതൊക്കെ അത് നടക്കുന്നു കരുതുന്നില്ല.
തോന്നിയ ദിവസം പറയുന്നത്. പോൺ വീഡിയോസിന്റെ കഥ പറഞ്ഞ മാതിരി ഒരു കെട്ടുകഥയായിട്ടേ കാണുന്നുള്ളൂ. അവനവന് ലയിപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യണം. മനോഹരമായിട്ട് നിർവഹിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ VS സുനിൽകുമാർ കൃഷിമന്ത്രി കൃത്യമായിട്ട് കാര്യം ചെയ്തു. ശൈലജ ടീച്ചർ ഇപ്പോഴത്തെ വിഷയങ്ങളിലൊക്കെ എനിക്കെതിരെ പറയാനുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് കൃത്യമായിട്ട് കാര്യം ചെയ്തു. അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അവരെന്നും രാത്രി ഈ വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർക്ക് ക്രെഡിറ്റ് മുഴുവൻ കിട്ടുമല്ലോ എന്ന് എഴുതിയപ്പം ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ്, എന്റെ മുഖം എപ്പോഴും കാണിക്കാന്ന് എഴുതിയിട്ടാണ് കാരണബോധം വന്നിട്ട് മൈക്ക് പിടിച്ചു വാങ്ങിയത്. 36 സൈഡാക്കി. ഈ മന്ത്രിസഭയിൽ നല്ല മന്ത്രിമാരുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ. കെ രാധാകൃഷ്ണൻ നല്ല മന്ത്രിയായിരുന്നു, പുള്ളിയെ പിടിച്ച് ചേലക്കരെ കൊണ്ടു നിർത്തി. തോന്നിയാസം കാണിക്കാണ്ട് അതിന് ഒരുമാതിരി മറ്റേടത്തെ ന്യായീകരണം കൊണ്ടുവരരുത്. ഈ റോഡിന്റെ പണിയൊക്കെ നടത്തേണ്ടത് മാർച്ച് മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കണം. ഈ പൈപ്പ് ലൈനുകളുടെ പരിപാടികൾ മാർച്ച് മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കണം. KSEBയുടെ ക്ലിയറൻസ്, ഈ മരങ്ങളെല്ലാം വരുന്നതിന്റെ അങ്ങോട്ട് ചാഞ്ഞു കിടക്കുന്ന കൊമ്പുകളൊക്കെ നേരത്തെ വെട്ടിമാറ്റണം. ഇത് ചെയ്യാൻ പറ്റാതെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാൻ നിൽക്കുകയാണ്, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ. കേട്ടോ, അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നാരായണൻ എന്തോ ഒരുത്തൻ പൂർവ്വമാലോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഈ തന്റെ കയറൂരി വിടാൻ പാടില്ല, ഇവൻ ഭ്രാന്തനാണ്. ഇവരുടെ ഭ്രാന്ത. നാരായണ ഭ്രാന്തനും ഭ്രാന്താണെന്നല്ലേ പറഞ്ഞേ? ഭ്രാന്തുണ്ടാവുന്നേ. ഇതൊക്കെ കാണുമ്പോൾ ഏത് മനുഷ്യനും, വളരെ നോർമലായിട്ടുള്ള മനുഷ്യൻ തന്നെ സൈക്കിക് ഡിസോർഡറിലേക്ക് പോകും. പ്രതിഷേധം ഉണ്ടാവും, ഭ്രാന്തുണ്ടാവും, എല്ലാം ഉണ്ടാവും. നാരായണൻ തനി കമ്മിയാന്ന് എനിക്ക് മനസ്സിലായി. നാരായണൻ വല്ലാതെ പുള്ളി. പക്ഷെ നാരായണൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അതെന്തോ ആവട്ടെ, അയാൾ എന്തോ ചെയ്യട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ സ്മാർട്ട് റോഡ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് സ്മാർട്ട് റോഡ് നിന്നെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? മഴക്കാലത്ത് കൊണ്ടുപോയിട്ട് റോഡ് മുഴുവൻ കുഴിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ചെയ്യേണ്ടതല്ലേ? സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതല്ലേ? ആ സമയത്ത് വഴി കാണുന്ന KSRTC ബസിന്റെ കുറുകെ സീബ്ര ലൈനിലൂടെ വന്ന് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്തിട്ട് കുറുകെ ഇടുക, ബസ്സിൽ കയറി ഇരുന്നിട്ട് കെട്ടിയോൻ അഭ്യാസം കാണിക്കുക, കെട്ടിയോൾ ഇപ്പുറത്തിരുന്നിട്ട് ഇരവാദം പറയുക. ഇമാതിരി നോളത്തിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ വരൾച്ച ദുരിതാശ്വാസം കൊണ്ട് നമ്മൾ കുടിവെള്ള വിതരണം നടത്താൻ തീരുമാനിച്ചിട്ട് മഴക്കാലത്ത് കൊണ്ടേ കൊടുത്തിട്ടുള്ള കാര്യമുണ്ടോ? അല്ലെങ്കിൽ മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യം ശുചീകരണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളതും ഒക്കെ ചെയ്യേണ്ടത് വേനൽക്കാലത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടുകൾ വരെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്ലഡ് ഫണ്ട് ഉണ്ട്, എല്ലാ പഞ്ചായത്തുകളിലും ഫണ്ട് ഉണ്ട്, കേന്ദ്രത്തിന്റെയാ, സംസ്ഥാന സർക്കാർ മുഖേന കൊടുക്കുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ, കാക്കനാട് നല്ല ഉയരത്തിലുള്ള റോഡിന് അത് കെ ബാബു MLA ആകുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കെ ബാബു ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി കാലങ്ങളായിട്ട് കോൺഗ്രസിനാണ്. അപ്പോൾ ഇവിടെ നല്ല ഉയരത്തിലുള്ള ഒരിക്കലും വെള്ളം കയറാത്തൊരു പ്രദേശം ഞാൻ നടക്കാൻ പോയ വഴിയിൽ കണ്ടതാണ്. ഏറ്റവും ഹിൽ ടോപ്പാ. അവിടെയാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രാദേശിക നേതാവിന്റെ വീട് അവിടെ ഉണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അയാളെ വീട്ടിലേക്ക് ഈ റോഡ് വേണം. ഫ്ലഡ് അങ്ങനെയാണെങ്കിൽ ഇതിന് ഫ്ലഡ് എന്ന് പറയരുതെന്നേ, ഫ്ലഡിന്റെ ഫണ്ടാ. അപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവനോട് സൗകര്യങ്ങളെടുത്ത്. പണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വക്കച്ചൻ മഠത്തിൽ MP ആയപ്പോൾ ചെയ്തൊരു പരിപാടിയുണ്ട്. അന്ന് അഹമ്മദ് MP ആണ്, കേന്ദ്രമന്ത്രി ആയിട്ടില്ലാന്ന് തോന്നുന്നു. അഹമ്മദ് MP മഞ്ചേരി എന്നുള്ള. വക്കച്ചൻ മഠത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ പൂത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൻകാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡുണ്ട്. അത് റോസ് റോക്ക് എന്നൊക്കെ പറയാം. അതായത് ബ്രിട്ടീഷുകാരെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വഴിയാണ്. ഒരു വനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഈ മുണ്ടേരിയിൽ നിന്ന് ഈ വനം എത്തും. വനത്തിലേക്ക് എത്താൻ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ. ഞാനൊരു ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടുത്തെ. കാരണം വനത്തിൽ പോയിട്ട് അരുവിയിൽ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. രസമായിട്ട് ഞങ്ങൾ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അന്ന് ഈ കാട്ടാനയുടെ അത്ര വലിയ ശല്യമൊന്നുമില്ല. അപ്പം ഞാനവിടെ പോയി താമസിച്ചിട്ടുണ്ട്. കാട്ടിൽ ടെന്റ് അടിച്ച് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ അവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ടാൾ പിടിച്ചാൽ ഇതാകാത്ത റബ്ബർ ഉണ്ട് അവിടെ. റബ്ബറിന്റെ മരം മാത്രമേ, തടി മാത്രമേ ഉള്ളൂ. അതിന്റെ ശിഖരങ്ങളെല്ലാം, ബ്രാഞ്ചസ് എല്ലാം ഈ പ്രായാധിക്യം കാരണം പൊട്ടിപ്പോയിട്ടുണ്ട്. ഏതാണെന്ന് അറിയില്ല, 105 ആണോ 906 ആണോ ഏതാ 900 ആണോ ഏതാ സാധനം എനിക്കറിയില്ല. അത് ബഡ് ആണോ നാടനാണോ ഒന്നും അറിയില്ല. നാടനാവാൻ സാധ്യതയില്ല, ബഡ് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷനാണ്. അപ്പം 3 കിലോമീറ്റർ വനത്തിലൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തി എത്തി. പിന്നെ ഒരു 3 കിലോമീറ്റർ പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഫോറസ്റ്റുകാരെ ഫേസ് ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്യണം. തമിഴ്നാടിന്റെ ഫോറസ്റ്റുകാരെ കൺവിൻസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ കാട്ടുള്ളിൽ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡിലുമായി ഈ മുണ്ടേരി ടൗണിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ
പിന്നെ ഫോറസ്റ്റ് എൻട്രി വരെ, അവിടെ ആ ഫോറസ്റ്റിന്റെ അതിർത്തി വരെ എത്തുന്ന സമയത്തിനുള്ളിൽ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ദൂരം വക്കച്ചൻ മറ്റത്തിന്റെ എംപിയുടെ സ്ഥലമായിരുന്നു, കേരള കോൺഗ്രസ് നേതാവിന്റെ. 2 സൈഡും 200-300 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ റിസോർട്ടൊക്കെ ഉണ്ട്, ഒക്കെയുണ്ട് അദ്ദേഹം വന്ന് താമസിക്കുന്ന. അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ നടുക്കൂടെ റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഫണ്ട് ഉണ്ടാക്കിയത് ഒരാൾക്ക് കൊണ്ട് യാത്ര ചെയ്യാനില്ല. കുറച്ച് ആദിവാസികളുടെ സ്ഥലം ഇപ്പുറത്തുണ്ട്, അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ സൈഡിൽ കൂടെ കൊടുത്താൽ മതി. ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ നടുക്കൂടെ ആ സ്ഥലത്തിന് വാല്യൂ കൂടാൻ വേണ്ടിയിട്ട്, അതിന്റെ പിന്നെ മാർക്കറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തത് അഹമ്മദ് മരിച്ചുപോയി. അഹമ്മദിന്റെ എംപി ഫണ്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ പിന്നെ വക്കച്ചമറ്റത്തിന്റെ ഫണ്ട് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പറയുമല്ലോ വക്കച്ചമറ്റത്തിന്റെ തോട്ടത്തിന്റെ നടുവ് കൂടെ വക്കച്ചമറ്റത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളത്. ആ ആരോപണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഹമ്മദിന്റെ ഫണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കണം. തിരിച്ച് വക്കച്ചമറ്റത്തിൽ രാജ്യസഭ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഫണ്ട് മുടക്കാം. മറ്റേത് അഹമ്മദിന്റെ മണ്ഡലമാണ് വക്കച്ചമറ്റത്തിന്റെ സ്ഥലം നിൽക്കുന്നത്. അഹമ്മദിന് താല്പര്യമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് അഹമ്മദ് പറഞ്ഞ സ്ഥലത്ത് വക്കച്ചമറ്റത്തിന്റെ ഫണ്ട് കൊടുത്തു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് കേരള രാഷ്ട്രീയത്തിനകത്ത്. ഇതിലെല്ലാം എവിഡൻസ് എന്റെ അടുത്തുണ്ട്. ഇതൊക്കെയാണ് ഇവരെ കൂട്ടുകച്ചവടം എന്ന് പറയുന്നത്. നീ എനിക്ക് വേണ്ടത് ചെയ്തു തരാം, ഞാൻ നിനക്ക് വേണ്ടത് ചെയ്തു തരാം. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബാക്കിയുള്ളവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തനി തോന്നിയാസാണ് നടത്തുന്നത്. നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കുക, അവരവിടെ നിന്ന് വീട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ മെച്ചമുണ്ടാക്കാന്നൊക്കെ കരുതിയിട്ടാണ്. എന്തായിരുന്നാലും മേയറമ്മ ഒന്നുകിൽ ഈ പണി ഒഴിവാക്കുക. എന്നെ കൊണ്ടത് മര്യാദയ്ക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ല. എനിക്ക് വേറെ താല്പര്യങ്ങളാണുള്ളത്. എനിക്ക് പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നതിലൊക്കെ താല്പര്യം. അല്ലാതെ ഇവിടുത്തെ ഈ നഗരസഭ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള നേരമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യും എന്ന് പറയുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യണ്ടേ? അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, സമയബന്ധിതമായി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഈ പണി ചെയ്യേണ്ടിയിരുന്നത് ഏപ്രിൽ മാസത്തിന് മുമ്പായിരുന്നു. അതിപ്പോൾ ഈ മൺസൂൺ വരാൻ നേരത്തല്ല ഇവള് പിന്നെ നാട്ടുകാരെ നെഞ്ചത്ത് പോയിട്ട് റോഡിന്റെ സൈഡിൽ കുഴി കുടിക്കുകയും പിന്നെ ആ മണ്ണിട്ട് തൂർക്കുന്ന ആൾക്കാർക്കെതിരെ ചീത്ത വിളിക്കുക, അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യേണ്ടത് മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പ്രായത്തിന്റെ പക്വക്കുറവൊന്നും ഇതിൽ പറയേണ്ട. നമ്മളൊക്കെ ആ പ്രായത്തിൽ ഈ സാധനത്തിനൊക്കെ ഇപ്പം പിന്നെ 10-25 വയസ്സായല്ലോ. ഞാനൊക്കെ 18 വയസ്സിൽ ഡിവൈഎഫ്ഐയുടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളതാണ്. അന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയാണ്. 18 വയസ്സിൽ തന്നെ സിപിഎമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. 21 വയസ്സിൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ വന്നതാണ്, ലോക്കൽ സെന്ററിലും. അതുകൊണ്ട് പ്രായത്തിന്റെ പക്വക്കുറവൊന്നും പറഞ്ഞിട്ട് പിന്നെ ആശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 10-15 വയസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് പല പണിക്ക് പോകുന്നുണ്ട്, പഠനം പോലും ഉപേക്ഷിച്ചിട്ട്. സുഖമില്ലാതെ കിടക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, അതുകൊണ്ട് പ്രായത്തിന്റെ ആനുകൂല്യം ഒന്നും തരാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പ്രായത്തിന്റെ പക്വതക്കുറവുണ്ടെങ്കിൽ പിന്നെ ഈ പണി ചെയ്യേണ്ടെന്നേ. പ്രായമുള്ള ആൾക്കാരവിടെ ഉണ്ടല്ലോ. 4 വട്ടം തുടർച്ചയായിട്ട് കൗൺസിലറായിട്ടുള്ള ഒരു എവിടെയുണ്ട്? ഇവർക്ക് പറ്റുന്നില്ല. ഡിസ്ക്രിമിനേഷനാണ്. നായന്മാർ പഠിക്കാനെന്നുള്ളത്. അങ്ങനത്തെ നായന്മാർക്കൊന്നും അങ്ങനത്തെ ജാതിബോധമൊന്നും ഇപ്പോൾ അല്ലാതെ ഇല്ല. നായന്മാർക്കും ഇല്ല, അമ്പൂരിമാർക്കും ഇല്ല, ക്രിസ്ത്യാനികൾക്കും ഇല്ല, മുസ്ലിങ്ങൾക്കും ഇല്ല, സുന്നിക്കും ഇല്ല, മുജാഹിദിനൊന്നും ഇല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ചുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല അങ്ങനത്തെ ചിന്തയൊന്നും. പിന്നെ ഇവർക്ക് എന്തിനാ പേടിക്കണേ? അതും അവര് ജനറൽ സീറ്റിൽ നിന്ന് അനുസരിച്ച് വിജയിച്ചു. വനിതാ സമ്മേളനത്തിൽ മാത്രമല്ല, തുടർച്ചയായിട്ട് 4 തവണ. അവരുടെ ബാപ്പ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അവർ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകയായിരുന്നു. അപ്പൊ ഇവർക്ക് പറ്റൂല. നേതാക്കന്മാർക്ക് കാരണം അവർക്ക് ഭംഗിയില്ല, കാണാൻ സൗന്ദര്യം കുറവാണ്. അങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം ഓരോന്നിനെ. വൃത്തികെട്ട സിസ്റ്റം. ഇനി പറഞ്ഞാൽ കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എന്തായിരുന്നാലും മണ്ണിട്ട് മൂടിയ BJPയുടെ കൗൺസിലർമാർക്ക് അഭിവാദ്യങ്ങൾ.